ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടുവരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ പറയാമെന്ന് വിചാരിച്ചു. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, 2 ക്വസ്റ്റ്യൻസ്. മെയിനായിട്ടുള്ളത് ഒന്ന് എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡും, 2 എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റുമാണ്. അപ്പോൾ രണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ലിപ്സ്റ്റിക് ഷെയ്ഡിൻ്റെ ഞാൻ ഇതിന് മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, കൂടാതെ എൻ്റെ ലോങ് വീഡിയോസിലൊക്കെ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നുള്ളത് എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റിൻ്റെയാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് നാനോപ്ലാസ്റ്റിയ എന്ന് പറയുന്ന ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഹെയർ ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കണം. ബിക്കോസ് എൻ്റെ ഹെയർ അത്യാവശ്യം കേളായി കിടക്കുന്ന ഒരു ഹെയർ ആയിരുന്നു, നല്ല ഫ്രിസി ആയിട്ടുള്ളൊരു ഹെയർ ആയിരുന്നു, അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഹെയർ ആയിരുന്നു വേണമെങ്കിൽ പറയാം. അല്ല, ഞാൻ കൊണ്ടെടുക്കുന്ന രീതി കൊണ്ടാണ്, വേറെ ഒന്നും ഉണ്ടല്ലോ. എനിക്ക് ഇങ്ങനെ എപ്പോഴും ഞാൻ നല്ല ഇങ്ങനെ പാർപ്പിച്ച് ഭയങ്കര എന്തായാലും കൊണ്ടുവന്നിട്ട് അത്ര അൺഹെൽത്തി ആയിരുന്നു എൻ്റെ ഹെയർ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ സ്ട്രൈറ്റ് ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ സലോണിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞാൻ അവരോട് മറ്റേ സ്മൂത്തനിങ് ചെയ്യാനാണ് പോയത്. അപ്പോൾ അവർ പറഞ്ഞു നാനോപ്ലാസ്റ്റി ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു. അങ്ങനെ സെലക്ട് ചെയ്തതാണ് ഞാൻ ആ ഒരു ട്രീറ്റ്മെൻറ്റ്. പേഴ്സണലി എനിക്ക് അത്യാവശ്യം അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇനി വേറെ ട്രീറ്റ്മെൻറ്റ് എൻ്റെ ഹെയറിൽ ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ല, പക്ഷെ വേറെ ആൾക്കാർ ചെയ്തത് കണ്ടിട്ടുള്ളതുകൊണ്ട് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഓക്കെയാണ്. എൻ്റെ ഹെയറിൽ ഞാൻ ചെയ്ത സമയത്തുള്ള എൻ്റെ ഹെയറിൻ്റെ ഫോട്ടോ ഞാൻ ആഡാക്കാം. അപ്പം അതും ഇതും കണ്ടു കഴിഞ്ഞാൽ ഇതിന് വ്യത്യാസം മനസ്സിലാവും. ഇപ്പം ഞാൻ ചെയ്തിട്ട് ഏകദേശം ഒരു 4 മാസം 5 4 3 ആ ഒരു കണക്കിലായിരിക്കും എന്തായാലും നിൽക്കുന്നുണ്ടായിരിക്കാം. ഞാൻ എന്തായാലും ഇതിൽ ഓക്കെയാണ്. ചെയ്ത സമയത്ത് നല്ല സ്ട്രെയിറ്റായി കിടക്കുന്ന, വടി പോലെ കിടക്കുന്ന നല്ല സിൽക്കി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഹെയർ ആയിരുന്നു. അപ്പം കാര്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരും എൻ്റെ കുടുംബക്കാരും എൻ്റെ ഫ്രണ്ട്സ് വരെ എന്നെ നന്നായിട്ട് ഊക്കിയിട്ടുണ്ടായിരുന്നു, നല്ല രീതിക്ക് ഊക്കിയിട്ടുണ്ടായിരുന്നു. പഴയ ഹെയറാണ് രസം പറയുന്നവരുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ അപ്പം ഏതായാലും ചെയ്തു പോയി, കുടുങ്ങിയെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഓക്കെയാണ്. ഇപ്പോൾ ഒരു എന്താ പറയുക, സാധാ ഹെയർ പോലെ തന്നെ ഏകദേശമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ പണ്ടത്തെ വീഡിയോ കാണുന്നവരാകുമ്പോൾ എൻ്റെ ഹെയറിൽ എന്തോ ചെയ്തിരിക്കുന്നത് മനസ്സിലാവും, അല്ലെങ്കിൽ മുന്നേ അറിയുന്നവരാകുമ്പോൾ ഹെയറിൽ എന്തോ ചെയ്തിരിക്കുന്നത് മനസ്സിലാവും, അത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ ഇതിൽ ഓക്കെയാണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ യൂട്യൂബിൽ ഇടാൻ തുടങ്ങിയ കാലം തൊട്ട് ഉണ്ടായിരുന്ന കമൻറ്റാണത്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ 1-2 തവണ അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് മാൾസിൻ്റെ ഇതൊരു കോംബോ ആയിട്ട് വാങ്ങിച്ചായിരുന്നു, ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മാറ്റ് കോംബോയിൽ വരുന്ന ഒന്നാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വരുന്നത് 12 ആണ്. കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ്. പിന്നെ ഡാസ്ലർ മിക്ക ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഡാസ്ലറിൻ്റെ 825 എന്ന് പറയുന്ന ഷെയ്ഡാണ് യൂസ് ആക്കുന്നത്. പിന്നെ ലിപ് ലൈനർ സ്വിസ് ബ്യൂട്ടീൻ്റെതാണ്. ഇത് 3ആണ് ഞാൻ യൂസ് ആക്കാറുള്ളത്. മാഴ്സിൻ്റെ ലിപ് ഷെയ്ഡ് ഞാൻ ഈ ഇടയായിട്ടാണ് യൂസ് ആക്കാൻ തുടങ്ങിയത്. കുഴപ്പമില്ല, ആവറേജ്. ഞാൻ പിന്നെ പൊതുവേ അങ്ങനെ എല്ലാ ഷെയ്ഡും ട്രൈ ആക്കുന്ന ഒരാളല്ല. റെഡ്, പിങ്ക് അങ്ങനത്തെ കളറൊന്നും യൂസ് ആക്കാറില്ല. എനിക്ക് ഇങ്ങനെ ഒരു കളർ പറ്റാറില്ല. ഞാൻ പല കളർ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഇടാറ്. ഒന്നാമതൊരു ബ്രൗൺ സ്കിൻ ആണ് ഞാൻ, അതുകൊണ്ടായിരിക്കാം മേ ബി, എനിക്കറിയത്തില്ല, യൂസ് ആക്കാറില്ല എന്നത്. പിന്നെ എൻ്റെ കമൻസിലുണ്ടായിരുന്നു ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് ലിപ് ലൈനർ വരയ്ക്കുന്നതെന്ന്. എല്ലാവരും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതി ആദ്യം ലിപ് ലൈനർ വരച്ചിട്ടാണ് ലിപ്സ്റ്റിക്ക് ഇടുക എന്നാണ് പറഞ്ഞത്. ആയിരിക്കാം, ആകാം, പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനെയാണ്. കാരണം എനിക്കിങ്ങനെ വരച്ച് ഇടുന്നത് കാണണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. മിക്ക ആൾക്കാരും അങ്ങനെ ചെയ്യുന്നത്, എനിക്കിങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബൈ.